ഇരിക്കും എൻ്റെ പപ്പായുടെ വീട്ടിലേക്ക് ഓടി രക്ഷപ്പെടാൻ. ഞാൻ ചോദിച്ചത് എന്താ, മാതാപിതാക്കളുടെ കൂടെ അവധിക്കാലം ചെലവഴിക്കുന്ന ഇഷ്ടമില്ലേ? അവർക്ക് തിരക്കല്ലേ ആൻറ്റി. ഏകദേശം അവധി ദിവസങ്ങളിൽ അവരെ ഇടയ്ക്കൊന്ന് കിട്ടും. ആ ദിവസങ്ങളിലും അവർ വീട്ടിലെ കാര്യങ്ങളിൽ വളരെ തിരക്കിട്ട ജീവിതം നയിക്കുന്നവരല്ലേ. ഞാൻ ചോദിച്ചു, ഗ്രാൻഡ് പേരൻസിൻ്റെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യും? ഈ പയ്യൻ വാചാലനാകാൻ തുടങ്ങി. ആ വീടിൻ്റെ അടുത്ത്, ചെറിയ വീടാണ് ആൻറ്റി, പക്ഷേ വീടിൻ്റെ അടുത്ത് പാടമുണ്ട്. വല്യപ്പച്ചൻ ഞങ്ങളെ ഒരു ചൂണ്ട, ഞങ്ങൾ പന വെട്ടി എൻ്റെ കൈ കൊണ്ട് ചൂണ്ടയുണ്ടാക്കി മണ്ണേരയൊക്കെ എടുത്ത് രാവിലെ തന്നെ ചൂണ്ടയിടാനായിട്ട് പോകും. പാട വരുമ്പത്തെ ചേറ് നിറഞ്ഞ മണ്ണിൽ ചവിട്ടി ചവിട്ടി നടക്കും. ആ വെള്ളത്തിൽ കുറച്ച് സമയം കൈകാലിട്ടടിച്ച് രസിക്കും. ഞങ്ങൾ നീന്തൽ പഠിക്കാനായി അവിടെ അടുത്തൊരു പുഴയുണ്ട്, അവിടെ വൈകുന്നേരം പോകും. എൻ്റെ പപ്പായുടെ സഹോദരൻ്റെ കുഞ്ഞുങ്ങളും പപ്പായുടെ സഹോദരിയുടെ കുഞ്ഞുങ്ങളും ഒക്കെ അടുത്തടുത്ത വീടുകളിലുണ്ട്. ഞങ്ങൾ 7 പേര് ഒന്നിച്ച് നീന്തൽ പഠിക്കും, തോർത്തുപയോഗിച്ച് മീൻ പിടിക്കും. എന്ന് വേണ്ട, തിരിച്ചു വരുന്ന ദിവസം ആകുമ്പോഴേക്കും എൻ്റെ മനസ്സിൽ മഴക്കാറ് ഇരുണ്ട് കയറുന്നത് പോലെ സങ്കടമാണ്. ഞാൻ ചോദിച്ചു, വീട്ടിലെങ്ങനെ? വീട്ടിൽ ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ആൻറ്റി, പക്ഷേ ഒരു സാധനം ഒരറ്റത്തുനിന്ന് ഇങ്ങോട്ടൊന്ന് മാറ്റി വെച്ചാൽ അമ്മയുടെ ശകാരമാണ്, പപ്പായുടെ വക ഉപദേശമാണ് ഭാവിയിൽ എന്താകണം എന്നുള്ളത്. ഇത് രണ്ടും എനിക്ക് സഹിക്കാൻ മേലാതെ ആയിരിക്കുകയാണ്. ഞാനൊന്നും തിരിച്ചു പറയാറില്ല, പക്ഷേ എൻ്റെ മനസ്സിലുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ അടുക്കൽ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. പയ്യൻ തുടർന്നു, ചെറുപ്പത്തിൽ ABCD എഴുതിക്കാൻ എൻ്റെ കുഞ്ഞു കൈകൾ വഴങ്ങാതിരുന്നപ്പോൾ എൻ്റെ മമ്മി ഒരുപാട് സ്കെയിൽ ഉപയോഗിച്ച് എൻ്റെ കൈ തട്ടിയിട്ടുണ്ട്. അത് കണ്ട എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ വല്യപ്പനും വല്യമ്മയും പറഞ്ഞു, ആ കുഞ്ഞ് വലുതാകുമ്പോൾ പഠിച്ചോളും എന്ന് പറയുമ്പോഴെല്ലാം എൻ്റെ മമ്മി പറഞ്ഞിരുന്നത്, ഇവർക്കതിൻ്റെ വില അറിയത്തില്ല, ഇപ്പം അങ്ങനെയൊന്നുമല്ല പഠിക്കേണ്ടത് എന്നാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ എത്തേണ്ട ഒരു ഭാവിയിൽ ഞാൻ തീർച്ചയായിട്ടും എത്തും. എൻ്റെ ബാല്യകാലം ഒന്നും ഞാൻ എൻ്റെ വല്യപ്പൻ്റെയും വല്യമ്മയുടെയും കൂടെ ചിലവഴിച്ചിട്ടില്ല. അതൊക്കെ ഒരു നഷ്ടമായിട്ട് ഇന്ന് എനിക്ക് തോന്നുന്നു. ഇന്നും എനിക്ക് എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി പെരുമാറാൻ പറ്റിയ വീട് എൻ്റെ വല്യപ്പൻ്റെയും വല്യമ്മയുടെയും വീടാണ്. അവിടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ജീവിക്കുന്നതും. മാത്രമല്ല, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണങ്ങൾ